നമസ്കാരം. ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലും ചിത്രീകരിക്കുന്നത് മെജസ്റ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പരിസരമൊക്കെയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നു ഇതുവരെ ഞങ്ങൾ ചിത്രീകരിക്കാത്ത ബാംഗ്ലൂരിൻ്റെ ഒരു കിടിലൻ സ്ഥലത്തേക്കാണ്. അതെ, ബാംഗ്ലൂരിൻ്റെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടുത്തെ കുറച്ച് നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളാണ് നിങ്ങളിലേക്ക് നമ്മളിന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയ കബ്ബൺ പാർക്കിലാണ്. ഈ കബ്ബൺ പാർക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങൾ അതിൻ്റെ അകത്തേക്കൊന്നും കയറുന്നേ ഇല്ല. ഞങ്ങൾ ഇതിലൂടെ തന്നെ പോയിട്ട് നമ്മുടെ മെയിൻ ഇതുവരെ ചിത്രീകരിക്കാത്ത കുറേ ഭാഗങ്ങളില്ലേ അവിടത്തേക്ക് ഇവിടെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഈ ഒരു തണലൊക്കെ തന്നെയാണ്. നല്ല രസമാണ് ഇതിലേക്കൂടെയൊക്കെ നടക്കാൻ. ഇഷ്ടംപോലെ ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ പാർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. നമ്മൾ ആ കാണുന്നൊരു വഴിയാണ് ഇപ്പോൾ വന്നത്. പിന്നെ ഈ ഒരു കബ്ബൺ പാർക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ആർക്ക് വേണമെങ്കിൽ വരാം. കാരണം ഇവിടെ ടിക്കറ്റ് ഫീ ഒന്നുമില്ല. ഇതിൻ്റെ അകത്തോട്ടാണ് കബ്ബൺ പാർക്കിൻ്റെ എൻട്രൻസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. കബ്ബൺ പാർക്കിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഒരു പഴയ യുദ്ധവിമാനമൊക്കെ ഇവിടെ ഉണ്ട്. അതായത് അതിൻ്റെ ആ ഒരു എൻട്രൻസ് വരുന്ന അവിടെയാണ്. അവിടുന്ന് നേരെ ഈ പുറത്തേക്ക് കാണുന്ന ഇവിടെ തന്നെയാണ് ഈ ഒരു വിമാനം ഉള്ളത്. വൈകുന്നേരങ്ങളിലെ ബാംഗ്ലൂരിലത്തെ ബ്ലോക്കാണിത്. ഇനി ബ്ലോക്ക് കൂടി വരാനേ വഴിയുള്ളൂ, കാരണം കുറയാൻ വഴിയില്ല. നമ്മൾ നേരെ ഇതുവഴി തന്നെയാണ് നടന്നു പോകുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയം തൊട്ട് ഇവിടെ തന്നെ ഉള്ളത്. നമ്മൾ വന്ന ചിന്നസ്വാമി സ്റ്റേഡിയമൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്താണ്. പിന്നെ ഇനി ഇവിടെ തന്നെ വലിയൊരു കട കാണുന്നില്ലേ, ഒരു വലിയൊരു ഷോപ്പ് ടോണിക്, അതായത് മദ്യം വാങ്ങാൻ കിട്ടുന്ന ഒരു വലിയൊരു കടയാണ്. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് UB സിറ്റി ഭാഗത്തേക്കാണ്. UB സിറ്റി ഇവിടുന്ന് 950 മീറ്ററേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒക്കെ ഉള്ളത് അങ്ങോട്ടാണ്. ഇവിടെ പിന്നെ ഹോണടിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാം. ഈ ഒരു വഴിയാണ് നേരെ UB സിറ്റി. കസ്തൂർബ റോഡ്. ഈ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ നല്ല വൃത്തിയാണ്. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തെ അത്രയൊന്നും അല്ല. അവിടെ ഒന്നും വൃത്തി അധികമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ അടിപൊളിയാണ്. നല്ല നീറ്റാണ് എല്ലാ ഭാഗവും. നമുക്കൊരു 600 മീറ്റർ കൂടെ പോകാനുണ്ട്. ഈ ഇവിടെ കാണുന്നത് വിശേഷരായ ഇൻഡസ്ട്രിയൽ ടെക്നോളജിക്കൽ മ്യൂസിയം ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കാണ്. അതിൻ്റെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇതൊക്കെ. ശരിക്കും ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ്. ഈ ഒരു ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അത് ഈ ഒരു ഇതിൻ്റെ ഇടയിലൂടെ നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. കണ്ടതാ, ഇതാണ് UB സിറ്റിൻ്റെ മെയിൻ ഭാഗം. അങ്ങ് അവിടെ ഉണ്ടതാ ആ കെട്ടിടത്തിൻ്റെ മേലെ തന്നെ UB എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ഷോറൂമൊക്കെ ഉണ്ട്. നമുക്ക് ഇതുവഴി അങ്ങ് നടന്നു പോകാം. ഇവിടെ നിന്ന് ഇപ്പോൾ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ മുകളിലൂടെ വഴിയുണ്ട്. നമുക്കിപ്പോഴേ റോഡൊന്നും മുറിച്ച് കിടക്കണ്ട, ഇതുവഴി തന്നെ നടക്കാം. ഈ ഒരു വഴിയില്ലേ, ഇത് നേരെ പോകുന്നത് കണ്ടീരവ ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല ആ ഒരു ഭാഗത്തേക്കാണ്. നമുക്കിവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഈ ഒരു വഴി ഇങ്ങനെ ചുറ്റി ഈ ഒരു ഭാഗത്തേക്ക്. JW മാരിയറ്റ്, ഇതൊരു വലിയൊരു ഹോട്ടലാണേ. ഇവിടെ കണ്ട, ഇവിടെ പിന്നെ കന്നഡ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഭാഗത്ത്. ഇത് കണ്ട, ഇവിടെ കന്നഡ ഇല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇംഗ്ലീഷാണ് വേണ്ടത്. ഇവരിവിടെ കന്നഡ മാത്രമേ വെക്കുള്ളൂ. ഈ ഒരു വഴി തന്നെ നടന്നു പോകാൻ എന്താ രസമല്ലേ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഭാഗമൊക്കെ കാണാൻ പറ്റും. കണ്ടീരവ സ്റ്റേഡിയം. ഇപ്പോൾ ദ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ടവറിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ വേണ്ടിയിട്ടുള്ളതെന്ന് അറിയില്ല. കാരണം ഇത് കണ്ടിട്ടൊരു മാളിൻ്റെ ഇതുപോലെ തോന്നിക്കുന്നുണ്ടല്ലോ. നമുക്കെന്തായാലും ഇതുവഴിയല്ല, അതുവഴിയാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. അതുവഴി കയറാം. നമ്മൾ ഈ ഒരു മാളിൻ്റെ അകത്ത് കയറിയേ. ഇവിടെ കയറിയോടെ തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഓഡി കാറുണ്ട്, ഒരു പുതിയ ഓഡി കാർ. ഇതിൻ്റെ ഈ ഒരു മുന്നിൽ വന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടും ആ ഒരു ഭാഗത്തേക്ക് ഇഷ്ടം പോലെ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് എസ്കലേറ്റർ വഴി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്ന് പോവാം. ഇത് അടിപൊളിയാട്ടാ. ബാംഗ്ലൂരിലൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കാണുന്നത്. നടന്നിട്ട് വേണം കയറാൻ. എസ്കലേറ്ററും ഉണ്ട്. ഓരോരോ ഷോപ്പുകളാണ് ഈ ഒരു ഭാഗത്ത് മുഴുവനും.
ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് നമ്മളാ വന്ന താഴെയില്ലേ, ഇവിടെയാണ് ആ ഒരു ഓടി കാറൊക്കെ ഉള്ളത്. ഒരു സംഭവം അടിപൊളിയാണ്, നല്ല റൂഫും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് പോവാം. ഇത് പെർഫ്യൂമിൻ്റെ ഒരു കടയാണ്, പിന്നെ പല പലയുണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മുകളിലോട്ട് ആദ്യം കയറാം. ഇതൊരു സംഭവം അടിപൊളി തന്നെ അല്ലേ, വലിയൊരു ഷോപ്പിംഗ് മാളാണ്. കടകളും ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എല്ലാം ഒന്ന് പോയി കാണാം, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറുകയാണ്. ഇവിടെ എന്താ ഉള്ളത് നോക്കണ്ടേ. ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ. ഇവിടെ മാക്കിൻ്റെ പരസ്യമൊക്കെ ഇതാ, മാക് ബുക്കിൻ്റെ ഇവിടെയാണല്ലോ ആൾക്കാർ. ഓ അടിപൊളി, എൻ്റെ പൊന്നോ, ഇതല്ലേ കാണേണ്ടത്. ഇവിടെയാണ് കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ളത്. നമ്മൾ നേരത്തെ UB കണ്ട ഒരു ബിൽഡിംഗ് ഇല്ലേ, അതിതാണ് ടവർ. UB ടവർ. സംഭവം അടിപൊളി തന്നെ കേട്ടാ. ഇവിടെ ഫിൽട്ടർ കോഫി അങ്ങനത്തെ ഇതൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഐസ്ക്രീംസിൻ്റെ ആയാലും ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ എല്ലായിടത്തും മ്യൂസിക് ഇട്ടിട്ടുണ്ട്, സോങ്. നിങ്ങൾ ഈ കാണുന്ന ഇതില്ലേ, ഇത് ലൈറ്റ് ഷോവിൻ്റെ ഇതാവാനാണ് ചാൻസ്. രാത്രി ആവണം. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗം വഴി തന്നെ നടന്നിട്ട് വരാം. നമ്മുടെ ഗുരുഗ്രാമിൽ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ട്രെയിനൊന്നും കാണുന്നില്ല. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സുകളാണ് കേട്ടോ. ഇത് ഇന്ത്യക്കാരൊന്നും അല്ല, കൂടുതലും വിദേശികളാണ് കൂടുതലും ഉള്ളത്. കാരണം ഇതൊക്കെ പ്രീമിയം കടകളാണ്. അത്രയും കുറച്ചും കൂടെ ഒരു ലക്ഷറി ഫീലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് മുഴുവനും. ഉണ്ടോ? നമുക്ക് നോർമലായിട്ട് നമുക്ക് എന്താ പറയുക, പൈസ കുറച്ചിട്ടൊന്നും കഴിക്കണം എന്ന് വെച്ചാലും അതൊന്നും നടക്കൂല. കാരണം എല്ലായിടത്തും നല്ല കത്തി റേറ്റ് ആയിരിക്കും. പിന്നെ ഇതിന്റെ മുകളിൽ തന്നെ ബാറും ഉണ്ട് കേട്ടോ. എല്ലാം അവൈലബിൾ ആണ് ഇവിടെ, എല്ലാ ഫെസിലിറ്റി, എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇതിനെ നോക്കിക്കോ, ഇതിൽ വലിയ അവിടെ വൈൻ ബാർ കണ്ടാ, വൈൻ ബാർ റെസ്റ്റോറൻറ്റ് അടിപൊളി തന്നെയാ. നമ്മുടെ ആ UB ടവറിൻ്റെ ആ ഒരു ഇത് ഈ ഒരു ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണേ. അതിന് പുറമെ തന്നെ ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്ങുകളുണ്ട് കണ്ടതാ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ഭാഗത്തായാലും ഇവിടെയാണ് ഓരോരോ പരിപാടിയൊക്കെ ഉണ്ടാവുന്നതെന്നാ തോന്നുന്നത്. കണ്ടോ, ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമല്ലേ. ഇവിടെ ഒരു ഹെലിപ്പാഡുണ്ട്. ഇത് UB സിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 4 ടവറുകളാണുള്ളത്. അതിൽ മെയിൻ ടവർ എന്ന് പറയുന്നത് ഈ ഒരു UB ടവർ തന്നെയാണ്. ഒരുപാട് കോർപ്പറേറ്റുകളുടെ ഓഫീസുകൾ ഈ ഒരു ഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റിലയൻസ് ഗ്രൂപ്പ്, ആദിത്യ ബിർള ഗ്രൂപ്പ്, അങ്ങനെ ഇന്ത്യയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കോർപ്പറേറ്റുകളുടെ ബിസിനസ് സംരംഭങ്ങൾ ഈ പറഞ്ഞ ടവറുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ വന്നല്ലോ, ഒരുപാട് ഷോപ്പുകൾ കാണിച്ചല്ലോ. എല്ലാം ബ്രാൻഡഡ് ആയ ലക്ഷറി ആയിട്ടുള്ള ഗ്ലോബൽ അങ്ങനെ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന ഗ്ലോബൽ സിറ്റിക്കകത്തുള്ളത്. ഇവിടത്തേക്ക് കയറി വരുമ്പോൾ തന്നെ താഴെ ഗ്രൂപ്പ് ഓഫ് പ്രസ്റ്റീജ്, അതായത് പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഇതൊക്കെയെന്ന് കണ്ടു. പക്ഷേ ഇത് മൊത്തത്തിൽ വിജയ് മല്യൻ്റെ കീഴിലല്ലേ? അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്കും ധാരണയില്ല. കാരണം മുമ്പ് ഇത് എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഉടമ UB പറഞ്ഞ ടവർ, ഈ UB സിറ്റിയൊക്കെ ടവറിൻ്റെ ഉടമയെല്ലാം നമ്മുടെ വിജയ് മല്യ എന്നാണ് പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ഒരു അറിവ് നമുക്കില്ല. കാരണം എന്തൊക്കെയോ അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാധ്യമങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അതിൽ ജയിൽ അങ്ങനത്തെ വിഷയങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. നമ്മൾ അതിലേക്കൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ വിജയ് മല്യയോട് ബന്ധപ്പെടുമ്പോൾ കിങ് ഫിഷറിനുമായും പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടല്ലോ, അതുമായി എന്തൊക്കെ ബന്ധപ്പെട്ട് കിടക്കുമായിരിക്കും. ഞങ്ങൾക്കും അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ അറിവില്ല. അതിൻ്റെ ഇപ്പോഴ ഉടമ ആരാണോ, നിയന്ത്രിക്കുന്ന ആരാണെന്നൊന്നും. ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മെയിൻ ഒരു ബിസിനസ് ഒരുപാടുണ്ടല്ലോ, അവരൊക്കെ നിയന്ത്രണത്തിലാവാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് മണി നേരത്തെ കാണിച്ചെന്ന ലൈറ്റ് ഷോ, ലേസർ എന്നൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്ന് പറയുക നൈറ്റ് വേറെ വൈബായിരിക്കും. നൈറ്റ് വേറെ വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വൈൻ ആൻഡ് ബാർ, അതായത് നമുക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ ബിയർ അടിക്കുക, വൈൻ അടിക്കുക, എന്നിട്ട് ഇവിടുന്ന് തുള്ളിച്ചാടാം. ഇവിടെ നല്ല പാട്ടും വെച്ച് കഴിഞ്ഞാൽ പിന്നെ
ആരായാലും തൊള്ളൂല അല്ലേ? പബ്ബുകള് എല്ലാം ഉണ്ട്. ഇത് ലക്ഷറിയാണ്. പിന്നെ ഈ പറഞ്ഞ നമ്മളെ പോലെയുള്ളവർക്ക് ചില സമയത്ത് എന്താ പറയാ താങ്ങാൻ പറ്റണമെന്നില്ല. എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം ഇവിടെയൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് പോകാന്നല്ലാതെ കുറച്ച് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ചിത്രീകരിക്കുന്ന വീഡിയോ എടുക്കാം. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അത് വേറെ കാര്യം. പിന്നെ അല്ലല്ല, ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ധാരണ ഉണ്ടാവുമല്ലോ. ഇനി അറിയാത്തവരുണ്ട്. നമ്മൾ എത്ര ബാംഗ്ലൂർ വന്നു, ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ. ആദ്യം പുറത്തുനിന്ന് മാള് കണ്ട സമയത്ത് മനു പറയുന്നത് ഇതിനകത്ത് കേറണോടാ, നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് ആയിരിക്കും അറിയില്ല, കാരണം ആളുകളൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. തീർച്ചയായും ഇതിനകത്ത് മുകളിൽ കയറിയപ്പോന്ന് ചിലപ്പോ എന്താ പറയാ ചരിത്രം മാറിയത്. അതെ, കാരണം ബാംഗ്ലൂരിൽ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടത്. UB സിറ്റിയുടെ ഈ ഒരു കാഴ്ചകളിൽ നിന്ന് നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വന്നിട്ട് കിട്ടിയത്. ഇതുവഴിയാണ് നേരെ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടേക്ക് ഓരോരോ ഷോപ്പുകളാണ്. കേറിയാ നല്ല പൈസ കിട്ടും, അത്രേ ഉള്ളൂ അല്ലേ നബി? പോവാ, അത്രേ ഉള്ളൂ. എല്ലാം ജീവിതത്തിൽ ഇതെല്ലാം ആസ്വദിക്കാമല്ലോ നമുക്ക്. നേരെ ഒരു ഫ്ലോറും കൂടെ താഴെ ഇറങ്ങാനുണ്ട്. UB ടവറിന്റെ ഇവിടുന്ന് ഇനിയിപ്പം ഞങ്ങള് വേറൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ആ ഒരു സ്ഥലത്തേക്ക് ഒരു 1.3 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയും. അവിടെയും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ, നമ്മുടെ നേരത്തെ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, അതുപോലെ അതിന് ഇടം പിടിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു ഷോപ്പിംഗ് സെന്റർ, മാളൊന്നുമല്ല, ഒരുപാട് എന്താ പറയുക സ്ട്രീറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങോട്ടേക്ക് പോകാം, നേരെ അങ്ങോട്ട് പോവാം. ഇതുവഴി തന്നെ നടന്നു പോകാൻ നല്ല വഴിയാണല്ലോ. നടന്നു പോകാൻ നല്ല അടിപൊളി വഴിയാണ് ഈ ഒരു ഭാഗത്ത്. ഈ റോഡിന്റെ പേര് ലെവല്ലേ എന്നാണ്. M5 ആണെന്ന് തോന്നുന്നത്. കാർ പ്രാന്തന്മാരാ ഇതൊക്കെ. അയ്യോ, ലെവല്ലേ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാധാരണ ക്രിസ്റ്റ. ലെവല്ലേ റോഡ് ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. കിലോമീറ്ററുകളോളം ബ്ലോക്ക് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഇവിടെ എല്ലായിടത്തേക്കുള്ള ആ ഒരു വലിയൊരു ബോർഡുണ്ട്. നമ്മുടെ MG റോഡ് മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങ് അതിലൂടെ ആ മെട്രോ പോകുന്നതാണ്. നല്ല ടൈമിങ്. ബ്ലോക്ക് ഇത് എത്ര കിലോമീറ്റർ ആയി എന്നറിയാം. സമയം ഇപ്പൊ 5:45 5:45 കഴിഞ്ഞു. ഇല്ല, ഇപ്പോഴേ ഇരുട്ട് വരൂല, ഒരു 6:30 ആവും. ഇതൊക്കെ നമുക്ക് ആ ഒരു സ്ട്രീറ്റൊക്കെ പോയി വരാം. ഇപ്പം ഞങ്ങളൊരു ജംഗ്ഷനിലെത്തി. നമ്മൾ വന്ന വഴി ഇതാണ്. ഇനി നമ്മുടെ ചർച്ച് സ്ട്രീറ്റിലുള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്. ഈ ഒരു വണ്ടികളൊക്കെ പോകുന്നത് നിൽക്കട്ടെ, എന്നിട്ട് വേണം ആ ഒരു ഭാഗത്തോട്ട് കിടക്കാൻ. അവിടെ വലിയൊരു മരമൊക്കെ ഉണ്ട്. നേരത്തെ കണ്ട മെട്രോ ഇല്ലേ, അതാ ആ ഒരു ഇതിലൂടെയാണ് പോയത്. ചർച്ച് സ്ട്രീറ്റ് ഇവിടെ കന്നഡയിലുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഇനി ഈ കാണുന്ന വഴിയാണ് ചർച്ച് സ്ട്രീറ്റ്. ഫസ്റ്റ് ടൈമാണ് ചർച്ച് സ്ട്രീറ്റിലേക്ക്. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പോവാം. നല്ല വഴി തന്നെയാണ്, വഴിക്കൊന്നൊരു പ്രശ്നമില്ല. എല്ലായിടത്തും നല്ല വൃത്തി തന്നെയാണ്, ആൾക്കാരുണ്ട് നല്ലോണം. വൃത്തിയാണ് മെയിനായിട്ട് എല്ലായിടത്തും വേണ്ടത്. ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, മൊത്തം കാർ പാർക്കിംഗ് ആണ് ഇതൊക്കെ. ഇതോ അവിടെയാണ് കൂടുതൽ ആൾക്കാരുള്ളത്, ആ ഒരു ഭാഗത്ത്. ചർച്ച് സ്ട്രീറ്റ് നേരെയാണ്. ഇവിടെ മ്യൂസിയം ക്രോസ് റോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങോട്ടൊന്ന് ആദ്യം പോയിട്ട് വരാം, കാരണം ഇവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണണമല്ലോ. സ്ട്രീറ്റ് അങ്ങോട്ടാണ്. ശോഭ. എല്ലായിടത്തും റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ അങ്ങ് പോകുന്നില്ല, ഇവിടെ നിന്ന് തന്നെ തിരിച്ച് നമുക്ക് ഇതുവഴി നമ്മുടെ സ്ട്രീറ്റിന് അങ്ങോട്ട് തന്നെ പോവാം. ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം വന്നേ ഉള്ളൂ. ഒരു ജിംനി വരുന്നുണ്ട്, മാരുതി ജിംനി. ഇവിടെ ഞാൻ നോക്കുന്നത് നമ്മളെ ടീഷർട്ടുകളൊക്കെ വിൽക്കുന്നതാണ് ഞാൻ നോക്കുന്നത് മെയിനായിട്ട്. ഇതൊക്കെ എല്ലാം മോഡേൺ ആയിട്ടുള്ള കടകൾ മാത്രമേ കാണുന്നുള്ളൂ.
ഈ ബാംഗ്ലൂരിൽ തന്നെ മറ്റൊരു മാർക്കറ്റാണ് ചിക്പേട്ട്. അവിടെ നിന്ന് ഇത്ര വൃത്തിയൊന്നുമില്ല. ഇവിടുത്തെ ഓരോ കടകൾ കാണുമ്പം തന്നെ നമുക്കൊരു മോഡേൺ തോന്നിക്കുന്നുണ്ട്. ബാഗുകളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണേ. ഇവിടെ എനിക്കൊന്നും ചീപ്പായിട്ടൊന്നും അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. അതിന് മറ്റുള്ള മാർക്കറ്റുകളിലേക്ക് പോകണം, ഇവിടത്തോട്ട് വരണമെന്നില്ലല്ലോ. ഒരുപാട് മാർക്കറ്റുകളുണ്ടല്ലോ ബാംഗ്ലൂരില്. അതായത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ മിക്കവാറും ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ 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 ചെരുപ്പുകളും ഈ ക്യാപ്പുകളൊക്കെ കൊടുക്കുന്ന ആ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇതാ ചെറിയ വിലക്ക് ടീഷർട്ടുകളായാലും ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ മെട്രോ സ്റ്റേഷനൊക്കെ നേരെ തന്നെയാണ് വരുന്നത്. കൂടുതലും ആൾക്കാർ ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടുത്തെ പാനിപ്പൂരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്മുടെ അല്ലറ ചില്ലറ കടകളെല്ലാം ഇല്ലേ, ചെറിയ ചെറിയ കടകൾ. ഇപ്പം പച്ചക്കറി വിൽക്കുന്ന ചെറിയ തട്ടിൽ വെച്ചിട്ട് പച്ചക്കറി വിൽക്കുന്ന കടയില്ലേ, വലിയ പച്ചക്കറി മാർക്കറ്റ് എന്നല്ല പറയുന്നത്. അവിടെ പോലും QR കോഡ് സ്കാനിങ് ഉണ്ട്. QR കോഡ് ഇല്ലാത്ത ഒരു കടകൾ പോലും ഇപ്പോൾ ഇന്ത്യയിലില്ല, എല്ലായിടത്തും ഉണ്ട്. പല സ്ഥലത്തും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഷോക്സ് വിൽക്കുന്ന സ്ഥലത്ത് പോയാലടക്കം അവിടെ വരെ എന്താ പറയുക QR കോഡ് സ്കാനിങ് ഉണ്ടാവും എല്ലായിടത്തും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആവും എല്ലാവരും വരണമെങ്കിൽ. കാരണം ആ ഒരു ടൈം ആകുമ്പോൾ ആണല്ലോ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ രാത്രി ആകുമ്പോൾ നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല കളർഫുൾ ആവുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ QR കോഡിൻ്റെ ഈ ഒരു ഇവിടെ അടക്കം കണ്ട QR കോഡ്. ഇപ്പം QR കോഡൊന്നും ഇല്ലാത്തായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല ഇന്ത്യയിൽ. ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഡിജിറ്റലായി എന്ന് പറയാം. ഇന്ത്യ ഡിജിറ്റലായി. ഇവിടെ നല്ല എന്തോ പബ്ബൊക്കെയാണെന്ന് തോന്നുന്നു. പാട്ടൊക്കെ കേൾക്കുന്നില്ല ഏതിലോ ഭാഗത്തുനിന്ന്. ചർച്ച് സ്ട്രീറ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ വന്ന വഴിയില്ലേ അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് MG റോഡ് മെട്രോ സ്റ്റേഷനിലേക്ക് 300 മീറ്ററേ ഉള്ളൂ. നേരെ മെട്രോ കയറിയിട്ട് തന്നെ നമുക്ക് ബാംഗ്ലൂർ മെയിൻ റെയിൽവേ സ്റ്റേഷനില്ലേ, KSR ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ, ആ ഭാഗത്തേക്ക് പോവാം. അവിടുന്ന് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം അവിടുത്തെയും മാറ്റങ്ങൾ മനസ്സിലാവണ്ടേ. അതെ, ഇപ്പൊ ഇവിടെ നല്ല തിരക്ക് വന്നു. ഈ ഭാഗത്തേക്കും പോവാം, ഈ ഭാഗത്തേക്കും പോവാം, എവിടത്തേക്ക് ആണെങ്കിലും പോവാം. ഇങ്ങോട്ടേക്ക് മുഴുവൻ ഇവിടെയൊക്കെ വന്ന ആൾക്കാരുടെ വണ്ടികൾ പാർക്ക് ചെയ്ത ഭാഗമാണ് മൊത്തം. അവിടെ മൊത്തം കണ്ടതാ, അവിടെ മൊത്തം. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതുവഴി തന്നെ ഇങ്ങോട്ട് തന്നെ പോവാല്ലേ നബി? പോവാം, നടന്നോ. നമ്മൾ വന്ന ആ വഴി അതാണ്, ചർച്ച് സ്ട്രീറ്റിൻ്റെ അവിടുന്ന്. ഇവിടെ തന്നെയാണ് മഹാത്മാഗാന്ധി റോഡ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. നിങ്ങൾ ഈ ഒരു ചർച്ച് സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്നതാണ് ഏറ്റവും നല്ലത്. അത് ബാംഗ്ലൂരിൻ്റെ മറ്റേ എവിടുന്ന് വരുന്ന മെട്രോ അവൈലബിൾ ആണല്ലോ, അതിൽ കയറി നേരെ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. ജസ്റ്റ് നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ, 300 മീറ്റർ. മെജസ്റ്റിക്കിലേക്ക് പോകാനുള്ള മെട്രോ വന്നിരിക്കുകയാണ്. ഒരാൾക്ക് 20 രൂപയായത്, രണ്ടുപേർക്കും കൂടെ 40 രൂപയായി. നമ്മ മെട്രോ ഇതിൽ കയറാം. തിരക്കുണ്ട്. ഇത് മെജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ്റെ ആ സെൽഫി പോയിന്റ് ആണ്. ഐ ലവ് ഇന്ത്യ നമ്മ മെട്രോ. ഇവിടെ 2 വലിയ ആനകളും ഒരു ചെറിയൊരു കുട്ടി ആനയും കൂടി ഉണ്ട്. കണ്ടത് മൊത്തം സെൽഫി എടുക്കേണ്ട, ഫോട്ടോ എടുക്കേണ്ട തിരക്ക് മാത്രമേ ഉള്ളൂ. നമുക്കിനിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് ഇറങ്ങാം. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. പല ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ ഇവിടുന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്ങുകളുണ്ട്. ഗാന്ധിജീൻ്റെ ആയാലും മറ്റ് സമര നേതാക്കളുടെ എല്ലാവരുടെയും ഒരു പെയിൻറ്റിങ് ഇവിടെ കാണാം. ഈ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കൊടുത്തത് നന്നായി. പല ആൾക്കാരും ഇവിടെ വരുന്നുണ്ടല്ലോ. മെജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ ഇതാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഇനി ഇവിടുത്തെ വൃത്തി നിങ്ങൾ നോക്കിക്കോ. ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ തുപ്പി ഇവിടെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് മൊത്തത്തിൽ അലങ്കോലാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. ഇവിടുന്ന് നമുക്ക് ആ ഒരു ബസ് സ്റ്റേഷൻ കാണാം. ഇവിടെ നോക്കിയാൽ തന്നെ അടിപൊളിയാ. ബസ് സ്റ്റാൻഡിൻ്റെ നല്ലൊരു വ്യൂ ഇവിടുന്ന് കാണാം. ഇതിൻ്റെ മേലെ കണ്ട ഒരു പട്ടി കണ്ടതാ, ഒരു പട്ടിക്കൂടനെ അതിൻ്റെ മേലെ പെട്ടുപോയി തോന്നുന്നു. അതിലെ കയറി തന്നെയാ. ആ ഒരു ഭാഗത്തേക്കാണ് KSR ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ മുകളിലോട്ട് കയറി അങ്ങ് അതിലൂടെ പോയി അവിടത്തേക്ക് പോകണം. ഞങ്ങൾ തന്നെ ആദ്യമായിട്ടാണ് ഇന്ന് നിങ്ങൾ കണ്ട ഈ വീഡിയോയിലത്തെ പല സ്ഥലങ്ങളിലേക്കും പോയത്. അത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നമ്മുടെ ചർച്ച് സ്ട്രീറ്റ് ആയാലും നമ്മുടെ
ആദ്യം പോയ UB സിറ്റി അല്ല. ഈ UB സിറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ അറിവില്ല കേട്ടോ. കാരണം മനു പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂർ ഒരുപാട് തവണ വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇന്ന് ഈ സമയത്ത് ഇവിടെ എത്തിയ സമയത്തുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചാണ്, എടാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ, നമുക്കൊന്ന് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചാലോ എന്ന്. ചെയ്യാൻ ശ്രമിക്കുന്ന സമയം അടക്കം നമുക്ക് എന്താ പറയുക ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. കാരണം ഇതെന്താണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും. അതാണ് നേരത്തെ വീഡിയോ തന്നെ മെൻഷൻ ചെയ്തത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വലിയൊരു നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UB സിറ്റിന്റെ അവിടെ കുറച്ച് ലൈറ്റിംഗ് ഉണ്ട് തോന്നുന്നു. അതെ, അത് മിസ്സാവും തോന്നല്ലേ. അത് രാത്രിയിലാണ് അതിന്റെ കൂടുതൽ. രാത്രി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, തീർച്ചയായും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണല്ലോ. അതുകൊണ്ടാണ് മിക്കവാറും ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് നൈറ്റ് ഒരുപാട് ആൾക്കാർ വരും. അത് ശരിയാണ്. പിന്നെ രാത്രിക്ക് പിന്നെ പബ്ബൊക്കെ ആയി പിന്നെ എല്ലാം പിന്നെ പറയേണ്ട കാര്യമില്ല, ബാംഗ്ലൂർ ആണല്ലോ. അത് ബാംഗ്ലൂരിന്റെ മറ്റൊരു എന്താ പറയുക ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഇപ്പുറത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമുക്ക് രാത്രി വിഷ്വൽസ് നമുക്ക് ഒരു തവണ വന്നാൽ ബാംഗ്ലൂരിൽ കവർ ചെയ്യാൻ ശ്രമിക്കാം. തീർച്ചയായും എന്തായാലും നമ്മൾ വരുമല്ലോ. അപ്പോൾ എന്താ പറയാ, ഈ ഒരു ബാംഗ്ലൂരിന്റെ ഈ ഒരു കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.